ഒരു മിനിറ്റ് സാർ, ഇതുവരെ തുമ്പൊന്നും കിട്ടിയിട്ടില്ല. അന്വേഷിക്കുന്നുണ്ട് സാർ. ഇല്ല സാർ, സൂചന ലഭിക്കുന്ന വിവരം ഒന്നും ലഭ്യമായിട്ടില്ല. ഓക്കെ സാർ. MLA വിളിച്ചിരുന്നു. സാറിന് മൊബൈലും കിട്ടുന്നില്ലെന്ന് പറഞ്ഞു. എന്തു പറ്റി? ജോലി തന്നെയാണോ പ്രശ്നം? കാക്കി അണിയുമ്പോൾ ഉള്ളിലുള്ള മനുഷ്യനെടുത്ത് അഴിച്ചു വെക്കും. കാക്കി അഴിക്കുമ്പോൾ അഴിച്ചു വെച്ച മനുഷ്യനെടുത്ത് വീണ്ടും അണിയും. എന്താ റൈറ്റ് മാൻ ഇൻ ദ റോങ് ജോബ്, അങ്ങനെ ഞാൻ പറയൂ. പോലീസുകാർക്ക് പിടിക്കപ്പെടുന്നവരെല്ലാവരും കുറ്റവാളികളാ. അവിടെ കുറ്റം തെളിയിപ്പിക്കപ്പെടണമെന്നൊന്നുമില്ല. ഉടനെ കൊടുത്തിരിക്കും ശിക്ഷ. ചിലർക്ക് കുറ്റബോധം തോന്നും, നിന്നെ പോലുള്ള ചില ഔട്ട്ഡേറ്റഡ് ഹ്യൂമനിസ്റ്റുകൾക്ക്. ഈ റൊട്ടീൻ ജോബാകുമ്പോൾ കുഴപ്പമില്ല. കാലത്ത് ഓഫീസിൽ പോവുക, വൈകിട്ട് വീട്ടിൽ ചെന്ന് കയറുക. വീട്ടിൽ ചെന്ന് കയറുമ്പോഴേക്കും ഓഫീസും ഫയലൊക്കെ നമ്മൾ മറന്നിട്ടുണ്ടാവും. ഇതങ്ങനെയല്ല. കുറ്റവാളികളുടെ ലോകത്ത് നമ്മൾ പെട്ടുപോവുക. പലപ്പോഴും അവരുടെ ജീവിതം നമ്മുടെ കൈകളിലാണ്. ആ കോളനിയിലെ പെൺകുട്ടി ആത്മഹത്യ ചെയ്തൂലേ? ആത്മഹത്യയാണെന്ന് നിങ്ങളുടെ പോലീസ് അങ്ങ് ഉറപ്പിച്ചു. ഫയല് ക്ലോസ് ചെയ്ത പിന്നെ തലവേദന തീർന്നല്ലോ. എത്ര എളുപ്പം. എന്തുകൊണ്ട് അതൊരു കൊലപാതകമാണെന്ന് എനിക്ക് തോന്നുന്നു ചോദിച്ചാ എൻ്റെ കയ്യിൽ എവിഡൻസ് ഒന്നുമില്ല. ബട്ട് ഐ സ്ട്രോങ്ലി ബിലീവ് ദാറ്റ് ഇറ്റ്സ് എ കോൾഡ് ബ്ലഡഡ് മർഡർ. ഈ സോഷ്യൽ വർക്കിൽ മാസ്റ്റർ ഡിഗ്രി എന്തും പറയാനുള്ള ലൈസൻസ് അല്ല. ഇപ്പൊ ഇത് പറഞ്ഞത് തൻ്റെ ഉള്ളിലെ സാമൂഹിക പ്രവർത്തകയോ അതോ എഴുത്തുകാരിയോ? ചകഞ്ഞു നോക്കിയ നല്ലൊരു ക്രൈം സ്റ്റോറികളോ വകുപ്പ് കാണും. എഴുതി പോകും. ഇവിടെ നീതി കിട്ടുന്നത് സമൂഹത്തിലെ ചിലർക്ക് മാത്രമാണല്ലോ. നിർത്ത്, വെറുതെ മൂടുകളെ. നിങ്ങളെപ്പോലെ ആക്ടിവിസ്റ്റ് എന്ന് കരുതുന്നവരുടെ പ്രശ്നം ഇതാണ്. കാള പെറ്റൂന്ന് അറിയുമ്പോൾ തന്നെ കയറെടുക്കും. കേസ് തെളിയുന്ന എന്താണ് ഉറപ്പ്? ഒരുപക്ഷെ തെളിയിക്കപ്പെടാതെ പോകുന്ന എണ്ണമറ്റ കേസുകളിൽ ഒന്നാവും ഇത്. തെളിയിക്കപ്പെടാത്തതല്ല, വെളിച്ചത്ത് വരരുതെന്ന് തീരുമാനിക്കപ്പെട്ടത്. തെളിയരുതെന്ന് നിർബന്ധം ഉണ്ടാവും പോലീസിലെ മേലാളന്മാർക്ക്. തുമ്പില്ലാതെ പോവില്ല ഒരു കേസും. ഒരടയാളെങ്കിലും അവശേഷിപ്പിക്കാതെ ഒരു കുറ്റവാളിക്കും രക്ഷപ്പെടാനാവില്ല. ഒരുപക്ഷെ തന്റെ എഫിഷ്യൻസി ടെസ്റ്റ് ചെയ്യാനുള്ളൊരു കേസാണെങ്കിലോ ഇത്. ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. ആ കോളനി പോയിട്ടുണ്ടോ? നഗരത്തിന്റെ കുപ്പത്തൊട്ടിയായത്. ഇൻ എവറി സെൻസ് ഓഫ് ദ വേർഡ്. നഗരം ചവച്ചു തുപ്പി ഉപേക്ഷിക്കുന്ന കുറേ ജീവിതങ്ങളുണ്ട് അവിടെ. കടുങ്കൈ ചെയ്ത് പൊന്നുപോലെ നോക്കൂലായിരുന്നോ ഞാൻ അവളെ? എനിക്കിനി ആരുണ്ടോ?
തീവണ്ടിക്ക് മുന്നിൽ ചാടിയതാ വിധി, അല്ലാണ്ട് എന്തുവാ. ഇതാണ് ബംഗാര കോളനി, ഇവൻ്റെ നാട്. ഇവൻ്റെ പോസ് കണ്ടാത്തൊന്നും ഇവനാണ് ഇവിടുത്തെ ദാതയെന്ന്. കാണേണ്ട ആൾ വേറെയാണ്. ഈ പോക്കങ്ങാട്ടാണ്. പണി പാളോന്ന് അപ്പാറി. സ്കൂളിൽ പോയില്ലേ? എന്തിനാ യൂണിഫോമില്? നീ ഹോട്ടലിൽ പണിക്ക് കയറിയ? സ്കൂളിൽ പോണോ? ദേ മോളെ, 4 ചായയുടെ കാശുണ്ടെന്ന് പറയട്ടോ അച്ഛനോട്. രുക്മിണി ചായക്കടക്കാരിയാ. ഭാവം കണ്ട ഉണ്ണിയാർച്ചയാണെന്നൊക്കെ തോന്നും. രുക്കോ, ഇന്നെങ്കിലും തരുവടി, തൊണ്ട വരണ്ടിട്ട് വയ്യ. ദേ ചന്ദ്രേട്ടാ, പറ്റു തീർക്കാതെ ഞാൻ ചായ തരത്തില്ല കേട്ടോ. തരാടി കൊച്ചേ, നാളെ തരാ. നാളെ എവിടെ നിന്ന് എടുത്തിട്ടാ? വലോന്റെ പോക്കറ്റ് അടിച്ചിട്ട് വേണ്ടേ? എന്നാ മോളെ 4 ചായ. രാജു, നിന്നെ എപ്പോ വിട്ടടാ? ഞാനിങ്ങോട്ട് പോന്നു. ഇവന്മാരും കൂടെ പോന്നാണോ? ഇരിക്കടാ. ഇവിടെയൊക്കെ തന്നെ ഉണ്ടല്ലേ. എന്നിട്ട് വായിച്ചിട്ടിരിക്കണേ. നിങ്ങളിരിക്കടാ. ഓ, നീയാണോ അപ്പൊ കച്ചവടം? ജീവിക്കാൻ മോഷ്ടിക്കണമെന്നില്ലല്ലോ. കൊള്ളാല്ലേ? അശ്വതി എന്ന പേര്. കോളനിക്കാരിയാ. രാജകുമാരിയാണെന്ന ചെറിയൊരു ഭാവം ഉണ്ടെങ്കിലും ആളൊരു പൊട്ടിയാണ്. വഴിയെ മനസ്സിലായിക്കോളൂ. റുക്കോ, 2 ചായ. മധുരം വേണ്ടേ? പോട്ടെ. അമ്മായിന്തരേ, അവള് ക്ഷീണിച്ചുറങ്ങായിരിക്കും. ഇവന്റെ കൂടെ പോന്നപ്പോഴേ ഞാൻ വിചാരിച്ചാണ് എന്തെങ്കിലും. തോമസേട്ടാ, നീ എപ്പം ഇവരൊക്കെ ഏതാ? ഞാൻ പോന്നുള്ളൂ. ഹോമിലത്തെയാ, കൂടെ ചാടിച്ചതാ. രായപ്പണ്ണനോടൊന്ന് പറയണം. അണ്ണൻ പറഞ്ഞ കേൾക്കും. പറഞ്ഞോക്കാം. വാ, വിമാനം കൂട്ടിക്കോ. വാടാ. നിർത്തടാ. സലീമേ, ഇത് ലാസ്റ്റ്. വേണ്ട വേണ്ടെന്ന് വിചാരിക്കുമ്പോൾ കന്നന്തുരു കാണിച്ചാൽ എന്തോ ചെയ്യും? ഇനി പോക്കൃത്തരം കാണിച്ചാ നീ വിവരമറിയും.
രണ്ടിലൊരെണ്ണം മറിച്ചു വിറ്റല്ലേ? എന്നൊന്നും ചെയ്യരുത്. പൈസന്റെ ആവശ്യം വന്നപ്പോ അറിയാണ്ട് ചെയ്തു പോയതാ. നിക്കോടാ. നിർത്തിക്കണ. നിന്നാൽ അവന്മാർക്ക് കൊള്ളാം. കൊള്ളാം, കലക്കിയിട്ടുണ്ട് ഗെറ്റപ്പ്. അത് തന്നെ പണിയായുധം. പഠിക്കലും പരിശീലനവും ഇനി തന്നെത്താനാണ് കേട്ടോ. ഫീൽഡിൽ പുതിയല്ലേ അണ്ണാ, ചിലപ്പോൾ പേടിയുണ്ടാവും. കുറച്ച് ദിവസം എൻ്റെ കൂടെ നിൽക്കട്ടെ അല്ലേ? പേടിയുണ്ടടേ? ഇല്ല. ഈ ഭൂമിയിലുള്ള എല്ലാ മനുഷ്യന്മാരും കള്ളന്മാരാണ്, വലിയ കള്ളന്മാർ. അവർക്കിടയിൽ നമ്മൾ കുഞ്ഞു തുരപ്പന്മാരാണ്. ഇതങ്ങ് മനസ്സിൽ നിരീക്ഷണ്ടാൽ മതി, കാര്യങ്ങൾ എളുപ്പമാവും. ആ താക്കോല് കൊണ്ട് നിങ്ങൾ ഷാർട്ടാക്കാൻ പോണത് വെറും ബൈക്കല്ല, നിങ്ങളുടെ ജീവിതം തന്നെയാണ്. പൊറോട്ട ഓംലെറ്റോ വല്ലോ വേണേ പറഞ്ഞോ, എനിക്ക് കട അടയ്ക്കണം. പെട്ടെന്ന് പറഞ്ഞോട്ടാ, ഇല്ലെങ്കിൽ 5 സ്റ്റാർ ഓർഡറിന് ഇപ്പം അടയ്ക്കും. രുക്കു, പുതിയ കസ്റ്റമേഴ്സ് ഒക്കെ എങ്ങനെ? നല്ല കാശുള്ള പാർട്ടിയാണോ?
എത്രയായി? 8 ഡബിൾ താറാവ്, 16 ബ്രെഡ്, 3 കട്ടൻ പൊറോട്ട, 232. ഇത് മതി. നാളെ കാപ്പി കുടിക്കണ്ടല്ലേ? ഓ കാര്യങ്ങളൊക്കെ എങ്ങനെ പോണു? എല്ലാം കൊള്ളാം, പക്ഷെ കാശിന്റെ കാര്യമാണ്. എന്താ അണ്ണനൊന്ന് പറഞ്ഞൂടെ? നോക്കട്ടെ, വണ്ടി കറങ്ങി നടക്കണ്ട, വീട്ടിൽ പോയി. നീ പോടെ ജന്തു, എനിക്ക് മനസ്സില്ല. അവളെ നീ പൈസ മേടിക്കണ്ടായിരുന്നു. ആണൊക്കെയാണ് ദാ കൊണ്ട് തിന്നു. 100 രൂപ ഇത് വെച്ച് വല്ല ബിസിനസ് തുടങ്ങാൻ പറ്റുമോ? നീ ബിസിനസ് തുടങ്ങിയോ? കാറ് മേടിക്കോ? എന്ത് വേണം ചെയ്യും? ഇത് വല്ലാത്ത ചമ്മലായിപ്പോയി. അത് ഗേൾസ് ഓൺലി സ്കൂളാ. ഓ പിന്നെ ഇങ്ങനെ പോയാൽ ശരിയാവില്ല. ഇതിലും ഭേദം ജൂവനയിലോമായിരുന്നു. റിസ്ക് ഇല്ലാതെ ഭക്ഷണമെങ്കിലും കിട്ടുമായിരുന്നല്ലോ. നമുക്ക് തിരിച്ചു പോയാലോ? ഏയ് ഞാനില്ല. ഓ, നിനക്ക് അവളെ വിട്ടിട്ട് വരാൻ പറ്റൂല. ഇവിടെ ഓരോ ദിവസവും ടെൻഷൻ അടിച്ച് പോലീസുകാരെ മുമ്പിച്ചെന്ന് പറഞ്ഞപ്പോഴാണ് ദൈവത്തിനറിയാം. ഈ പണി നിർത്തണം. കുറച്ച് കാശുണ്ടാക്കിയിട്ട് വേണം ഇവിടെ വിടാൻ. എവിടെ നിന്ന് കാശ് വരാനാണ്? 10,000 രൂപയുടെ പണിയെടുത്താലും കിട്ടണമെന്ന് നക്കാപ്പിച്ചല്ലേ? അല്ലടാ, നമ്മളിവിടുന്ന് ശരിക്കും പോവോ? നീ പേടിക്കണ്ട, നമുക്ക് അവളെയും പൊക്കാം. ശരിക്കും? നീ പോടെ മൂങ്ങത്തലയാ. വീഴല്ലേ? വേദന ഉണ്ടല്ലേ? ഇങ്ങനെ തൊടുമ്പോ വേദന അറിയുന്നേ ഇല്ല. രായപ്പണന്റെ വീട്ടിൽ നിന്നൂടെ? ഈ വീട്ടിനെന്താ കുഴപ്പം? നിങ്ങൾ വിചാരിച്ചിരിക്കുന്ന പോലെ അത്ര നല്ല ആളൊന്നുമല്ല രാജുണ്ണൻ. പിന്നെ ഞങ്ങൾ ഇവിടം വിട്ട് പോവാ. എങ്ങോട്ട്? ദൂരെ എങ്ങോട്ടെങ്കിലും. എന്നെയും കൂട്ടുവോ? ഏയ് ഇപ്പോഴല്ല, പിന്നെ കാശൊക്കെ സമ്പാദിച്ചിട്ട് ഞാൻ വരും. കാത്തിരിക്കോ നീയെ? എനിക്ക് രക്ഷപ്പെടണം ഇവിടുന്ന്. രാജു, രാജുണ്ണ വേണ്ട. രാജു, ഞാൻ രാജുണ്ണ രാജുണ്ണ വീട്. അവളെ നല്ലല്ലടാ. രാജു
തമ്മിത്തല്ലി ചാവുന്നോ പട്ടികളെ? എന്ത് കാഴ്ച കാണാനാ നിൽക്കുന്നേ? അംഗം കഴിഞ്ഞു പോയില്ല എല്ലാരും. അണ്ണൻ ഈ കേസിൽ ഇടപെടാൻ നിൽക്കണ്ട. ഇവന്മാരെ തിരിച്ചെടുത്ത് എനിക്കറിയാം. കൊള്ളാലോ പുതിയ നമ്പര്. നിന്റെ കള്ളക്കളിയും കച്ചവടവും ഞാൻ അറിയില്ലെന്ന് കരുതിയോ? പിഴച്ചു പൊക്കോട്ടെന്ന് കരുതി കണ്ണടച്ചപ്പോ തലയിൽ കയറുന്നു. ഒരൊറ്റ അണ്ണൻ എന്റെ വീട്ടിൽ കയറി പോരുത്. കൂട്ടുകാരാണ് പോലും. കുരയ്ക്കുന്നു കഴിവേറി. ഇവന്റെ കൂടെ തന്നെ പുറക്കണമെന്നുണ്ടോ? എന്നാൽ ഇന്നു മുതൽ എന്റെ ചായ്പി കൂടിക്കോ. എന്താണ് ഒരാലോചന? അവന് നമ്മളെ പോലെയാണ്. വേറെ എന്തൊക്കെ കിടക്കണം ആലോചിക്കാൻ. ഇങ്ങനെ പോയാൽ നമ്മുടെ എല്ലാ സ്വപ്നങ്ങളും കലങ്ങും അല്ലേ? പിന്നെ എന്ത് ചെയ്യാനാടാ? എന്തായാലും ചെയ്യുന്നത് മോഷണോ? എന്നാൽ പിന്നെ നമുക്ക് തനിച്ചൊരെണ്ണം പ്ലാൻ ചെയ്താലോ? പണി പാളിയാലോ? പാളിയ സ്പെഷ്യൽ ഹോം, അല്ലെങ്കിൽ ജയിൽ. രണ്ടായാലും നമുക്ക് കണക്കല്ലേ. പെടുകയാണെങ്കിൽ പെടട്ടെ. കുറെ കാശയിൽ വന്നിട്ട് വേണം ശരിക്കൊന്നും വിലസാൻ. പടച്ചോനെ എല്ലാം നീ കാണിച്ചു തന്നെ. പിന്നെ പഠിച്ചോൻ്റെ പണിയതല്ലേ. ഉണ്ടാതെ കിടന്ന് ഉറങ്ങി രണ്ടാള്. ഇവന് വേറെയും ചില ചുറ്റിക്കളികളുണ്ടെന്ന് പിന്നെയാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. വാടാ പോവാ. അപ്പം എല്ലാം പറഞ്ഞ പോലെ ഞാൻ വിളിക്കാം. ശരി എന്നാ വിട്ടോ. ബാലുവായിട്ട് അടിയുണ്ടാക്കിയ സംഭവത്തിന് ശേഷം ഞങ്ങൾ രാജുവായിട്ടുള്ള കൂട്ടൊഴിവാക്കി. അത് മാത്രമല്ല, തനിച്ചൊരു ഓപ്പറേഷനിലൂടെ കുറച്ച് കാശുണ്ടാക്കിയിട്ട് ഇവിടുന്ന് പോകാനും തീരുമാനിച്ചു. പോലീസ് തിരിച്ചോ? ഇവിടെ വളയ്ക്കോടാ. ഞാൻ നോക്കണ്ട്. വിട്ടോ. നീ ഇവിടെ നിൽക്കേ, ഞങ്ങൾ പോയിട്ട് വരാം. അത് പിടി. നീ ഇവിടെ ഒതുങ്ങി അവിടെ നിന്നോ. വാ. താക്കോലെടുക്ക്.
സ്റ്റീലിൻ്റെ ആക്കോലിട്ട് നോക്കി മറ്റേ അത് തന്നെ. ഓക്കെ അതെ എന്താ ഈ വീട്ടിലാരെങ്കിലും ഉണ്ടാവോ? എടാ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഇവിടെ ആളില്ല. ഇനി അവരെങ്ങാനും ഇന്ന് വന്നിട്ടുണ്ടെങ്കിലാ മിണ്ടാതെ പാടാ. നമുക്ക് വേറെ എവിടെയെങ്കിലും പോയി കയറിയാല. എനിക്ക് പേടിയായിട്ട് പാടില്ല. അപ്പം എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കല്ലേ. ഇവിടെ വല്ലതും ഉണ്ടാവോ? അറിയില്ല, വാ നോക്കാം. മിണ്ടാരിടാ. നോക്കവിടെ വാ നോക്കാം. നോക്കട്ടെ. ഇവിടെ ഒന്നൊരു കോപ്പുണ്ടാവില്ലെന്ന് എനിക്ക് തോന്നണം. കയറിയത് വെറുതെ ആയോ? വല്ല ബാങ്കിലെ ATM കയറിയാൽ മതി. നമ്മളെ പറഞ്ഞല്ലേ. ചെല്ലി. ആ റൂമിൽ ആരെങ്കിലും ഉണ്ടെങ്കിലാ? അറിയില്ല, വാ നോക്കാം. ഇതിൻ്റെ അകത്ത് നോക്കണോ? പൂട്ടിയിട്ടില്ല. ചിലപ്പം മറന്നു കാണെങ്കിലോ? പറയാൻ പറ്റത്തില്ല, വാ. എന്തുവാടാ നടക്ക്? നോക്കുന്നു. തുറക്കടാ, നീ നോക്കടാ. ആകെ ഇത്രയുള്ള. ഇനി ഇതുവെല്ലാം കൊണ്ടുവരിക്കൂ. ഉണ്ടായിരടാ. പിടിക്ക് കൊച്ചാപ്പ പോലെ ബിസിനസ് തുടങ്ങാം. പോടണം. എന്തൊക്കെ പാടുപെട്ടതാ. ഇതിലും ഭേദം വല്ല തെണ്ടാൻ പോണത്. കോപ്പ് പണ്ടാറടങ്ങാൻ. എന്താ കട്ടിലാരായിട്ട് കിടപ്പട്ടെ? ഒരു ചായ കിട്ടുമായിരിക്കുമല്ലോ അല്ലേ? കുറച്ച് ദിവസമായി തുറന്നിട്ട്. പിള്ളേര് പോയിട്ട് 2 ആഴ്ച കഴിഞ്ഞല്ലേ? ഇയാൾക്ക് അവരറിയാം. നിങ്ങൾ നല്ല ഫ്രണ്ട്സ് ആയിരുന്നില്ലേ?
സ്റ്റൗ കത്തുനിന്ന് വെള്ളം വെച്ചില്ല. ആ എന്നടാ ബേ പോരുന്നോ? ബാലവിലക്ക് കേസ് എടുക്കാം. ഞാൻ വരില്ലേ സാർ? ആ എന്നാ വേണ്ട. പാതിരക്ക് മുമ്പ് അങ്ങ് എത്താലോ അല്ലേ? ഇനിയിപ്പോൾ റോഡിൽ റഷ് കൂടും, പുറകെ തന്നെ ബ്ലോക്കും. സമയത്തെത്തുന്നവരും കഷ്ടമാണ് സാറേ. കൊന്നതാണല്ലേ? വെള്ളം എടുത്തുകൂടി. അശ്വതി ആത്മഹത്യ ചെയ്തു. അങ്ങനെയാണ് പോലീസ് ഫയലിൽ. അങ്ങനെ അല്ലാന്നറിയാവുന്നത് നിങ്ങൾക്ക് മാത്രമാണ്. എങ്ങനെയാ വന്നത്?